ഞാനേ ക്രോഷിച്ച് അത്യാവശ്യം ടാസ്കിലൊരു സാധനം കേട്ടോ ഉണ്ടാക്കാൻ പോകണത്. അതിനായിട്ട് അതിൻ്റെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് നല്ല രസമുള്ളൊരു ബുക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങനെ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതേനു കേട്ടോ അവസ്ഥ. എന്തായാലും പോട്ടെ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദ ക്രോഷറ്റ് ബന്ധേന കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോണ ബന്ധേൻ്റെ ബേസാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈന് പല തരത്തിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഫ്ലവർ ബന്ധനയാണ്. ഇതൊന്ന് സ്റ്റാർട്ടായി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. പക്ഷെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് സിമ്പിളാണ്. അതായത് ആകെ 2 റോയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെയും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ക്രോഷ് ചെയ്യുന്നവർക്കൊക്കെ ബന്ധന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുക കാരം. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ഹെയർ സ്കാർഫ് എന്നൊക്കെ കാരം ഒരു വിചാരിച്ച് വെച്ചേക്കാം. ഇതിനെന്തായാലും നമ്മുടെ മാർക്കറ്റിൽ നല്ല പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മളെ ചാനലിൽ കുറച്ച് ട്യൂട്ടോറിയൽ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസിനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മാത്രമല്ല നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ആക്കി. അപ്പോഴല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്താൽ അതിനൊക്കെ ഞാൻ റിപ്ലൈ തരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അത്രക്ക് ടാസ്ക് ഒന്നുമില്ല, സിമ്പിളാണ്. എന്തായാലും എൻ്റെ ബന്ധന റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഫ്ലവർ ബന്ധന അങ്ങോട്ട് സെലക്ട് ആക്കി. ഇത്രക്ക് വേണ്ടില്ലേ, കുറച്ച് സിമ്പിളായുള്ള ഡിസൈൻ പിടിച്ചാൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഉണ്ടല്ലോ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ മറന്നു കേട്ടോ. അത് നമുക്ക് ജീൻസിന്റെ കൂടി വെയർ ചെയ്യാം, അതേമാതിരി ഹെയർ സ്കാർഫ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ.